നിങ്ങൾക്ക് പലപ്പോഴും നോ പറയാൻ സാധിക്കാറില്ലേ? മറ്റുള്ളവർക്ക് വിഷമാവോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലാത്തിനും യെസ് പറയുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് 6 ടിപ്സാണ്. അതിലൊന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. ബി ഡയറക്റ്റ്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിയെ കൺഫ്യൂസ് ചെയ്യിക്കാതെ ഡയറക്റ്റായിട്ട് നോ പറയാം. സോറി, എനിക്കിത് പറ്റില്ല, അങ്ങനെ പൊളൈറ്റായിട്ട് പറയാം. വേണമെങ്കിൽ നമുക്കതിൻ്റെ റീസൺ കൂടി പറയാം കേട്ടോ, പക്ഷേ എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ബി സിൻസിയർ. അതായത് നമ്മൾ നോ പറഞ്ഞാൽ അത് നമ്മുടെ ഈ റിലേഷനെ ബാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കാരണം നമ്മളെപ്പോഴും യെസ് പറയാറുണ്ടല്ലേ. അപ്പോൾ സിൻസിയറായിട്ട് നോ പറയാം. നമ്മൾ പറയുന്നത് സിൻസിയർ ആണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ബി പോസിറ്റീവ്. അതായത് ഈ നോ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാര്യമാണെന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾ ആദ്യം മാറ്റുക. അതൊരു നെഗറ്റീവായിട്ട് കാണാതെ നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് നോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വലിയൊരു നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് നോ പറയാൻ പഠിക്കുക. നാലാമത്തെ കാര്യം, ഫോക്കസ് ഓൺ ദ റിക്വസ്റ്റ് നോട്ട് ദ പേഴ്സൺ. നമ്മളോടൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൻ്റെ റീസണിൽ ഫോക്കസ് ചെയ്യുക, അല്ലാതെ ആ വ്യക്തിക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും യെസ് പറയരുത്. ആ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ലേ എന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മളതിന് നോ പറയാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പേഴ്സൺ, ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ. നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നോ പറയുന്നത്, അല്ലാതെ ഇതൊട്ടും പേഴ്സണൽ അല്ല. അഞ്ചാമത്തെ കാര്യം, ഗിവ് ആൻ ഓൾട്ടർനേറ്റീവ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു നമ്പർ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടോ നമുക്കവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം. ലാസ്റ്റ് പോയിൻറ്റ്, ഡോണ്ട് മേക്ക് യുവർ സെൽഫ് റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ് ഫീലിങ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് നമ്മുടെ ഉത്തരവാദിത്തമാക്കി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് വിചാരിക്കും, അവർക്കെന്ത് വിഷമാവുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ അവരുടെ ഫീലിങ്സും കൂടി നമ്മൾ ഏറ്റെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നീട് വിഷമാവും. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് സ്ട്രെസ്സാവും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. പിന്നെ നിങ്ങൾ നോ പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അവരുടെ കടമയാണ്, അല്ലാണ്ട് നമ്മുടെ അല്ല. അവരത് മനസ്സിലാക്കാത്തത് നമ്മുടെ പ്രശ്നമല്ല. പിന്നെ കുറേ നമ്മൾ നോ പറഞ്ഞിട്ടും ഒരാൾ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെപ്പോഴും അവരോട് യെസ് പറയണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരായിരിക്കും. സോ അങ്ങനെയുള്ള റിലേഷൻസ് ആണെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയമായി. അതൊരു ടോക്സിക് റിലേഷനാണ്. കാരണം ഒരു ഹെൽത്തി റിലേഷൻ ആണെങ്കിൽ ഒരിക്കലും ഒരാൾ എപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും മറ്റാൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയുമില്ല. രണ്ടുപേരുടെയും തീരുമാനങ്ങൾക്കും രണ്ടുപേരുടെ അഭിപ്രായങ്ങൾക്കും ഈക്വലി വാല്യൂ ഉണ്ടാവും. സോ നിങ്ങൾക്ക് നോ പറയാൻ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. താങ്ക് യു.